പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മാതാവിൻ്റെ സെലക്ഷൻ ഭയങ്കര രസമാണ്. സാജന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ഈ ജെറോമി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ കമ്പനിയെ മാതാവിനറിയാം. മാതാവ് ആ 2 കമ്പനിയെ 100 അപേക്ഷ വിട്ടിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. ഉടമ്പടി എടുത്തിട്ട് 2 വിട്ട് 2 സാജനെ വിളിച്ചു. അപ്പോൾ ഇവന് പേടിയായി. എന്താ കാര്യം? പുതിയ കാലത്തെ പുതിയ ടെക്നോളജിയിലുണ്ടായിരുന്ന സോഫ്റ്റ്വെയറിലുണ്ടായിരുന്ന മാറ്റം കാരണം ഇവർ പ്രാക്ടിക്കലും തിയറിയും ചോദിച്ചാൽ പ്രശ്നമാണ്. അപ്പോൾ ഇവൻ ഉടമ്പടി എടുക്കുമ്പോൾ തിരികെത്തിക്കുമ്പോൾ മാതാവേ എനിക്ക് ഒത്തിരി എന്നോട് ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും. കാര്യം പുതിയ ആൾക്കാരാണ് ഇരിക്കണത്, ഞാൻ പഴയ സിലബസിലൊക്കെ പഠിച്ചിരിക്കണത്. അപ്പോൾ എനിക്ക് പ്രാക്ടിക്കലും എനിക്ക് പ്രശ്നമാണ്, തിയറിയും എനിക്ക് പ്രശ്നമാണ്. ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും, എന്നെ സഹായിക്കണം. അപ്പോൾ പണ്ട് ഭയങ്കര മെരിട്ടാണെന്ന് പറഞ്ഞ ആൾ പറയണ കണ്ടില്ലേ, എനിക്കിപ്പോൾ മെരിട്ടില്ലെന്നാണ് പറയണത്. കണ്ട, അതാണ് വിഷയം. ആ ഗ്രോത്ത് മനസ്സിലാക്കണം. എനിക്കിപ്പോൾ മെരിട്ടില്ല എന്നാണ് പറഞ്ഞത്. ദൈവദൃശ്യത്തിൽ പറയുകയാണ്, എൻ്റെ മെരിട്ട് നിൻ്റെ കൃപയാണെന്ന്. ഇത് പറഞ്ഞിട്ട് ഇവൻ പോകുമ്പോൾ ഇവനോട് ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ എന്താ സംഭവം എന്നറിയാമോ? 8-9 പ്രാക്ടിക്കലും 8-9 തിയറിയും ചോദിക്കുന്ന സ്ഥലത്ത് ഇവനെ അറിയാവുന്ന 2 തിയറിയും 2 പ്രാക്ടിക്കലും ചോദിച്ച് ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്ത്. അയ്യോ, ഇത് ഭയങ്കര രസമാണ്. അമ്മ ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. അമ്മ നമ്മുടെ കൂടെ ഇങ്ങനെ വരും. അമ്മ ഇങ്ങനെ കൂടെ വരും. എന്ത് ചോദിക്കണം, എന്ത് ചോദിക്കണ്ട, എന്ത് നമുക്കറിയാം. ഇങ്ങനെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വല്ലാത്ത ദൈവത്തിൻ്റെ ഒരു അമ്മ രൂപം എന്ന് പറയുന്നതുണ്ടല്ലോ. ദൈവത്തിന് അമ്മയാകാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയെ ഭൂമിയിൽ സൃഷ്ടിച്ച് ഒരു അമ്മഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ആ വാത്സല്യം പോലെ തന്നെ ഇങ്ങനെ സഞ്ചരിച്ച് വരും. എന്നിട്ട് ഇതേപോലെ തന്നെ എന്നിട്ട് പറയണേ, സാധാരണഗതിയിൽ 2 മാസം 2.5 മാസം കഴിയുമ്പോഴാണ് അവരെ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ വിളിക്കണത്. ഞാൻ 29-ാം തീയതി ഇൻ്റർവ്യൂവിന് പോയത്, എനിക്ക് 30-ാം തീയതി തന്നെ ജോലിക്ക് കയറ്റിയെന്ന്. എന്നിട്ട് പറയണത് ടൈം ഷോർട്ടണിങ് എന്നൊക്കെ അച്ഛൻ പറയത്തില്ലേ, ഇതാണ് ടൈം ഷോർട്ടണിങ് എന്ന്. ലൈറ്റ് വെയ്റ്റനിങ് എന്ന് അച്ഛൻ പറയത്തില്ലേ, ഇതാണ് ലൈറ്റ് വെയ്റ്റനിങ് എന്ന്. നോക്കിയേ, ഉടമ്പടി എല്ലാം കാണാതെ പഠിച്ചിരിക്കുകയാണ്. ഉടമ്പടിയുടെ ഫീച്ചേഴ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ടൈം ഷോർട്ടണിങ്, ലൈറ്റ് വെയ്റ്റനിങ്. എന്താണ്? എല്ലാം ദൈവം ഈ ഒറ്റ പാക്കേജിൽ, ഇതെല്ലാം വാഗ്ദാനങ്ങളാണ് ദൈവത്തിൻ്റെ. സമയച്ചുരുക്കവും ഭാരലഘുത്വവും വലിയ ഭാരങ്ങൾ. അതിനെ ആ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നതാണ്. അതിനെ വെറും ഒരു ഉടമ്പടി തൈലം കൊണ്ട് സിമ്പിളാക്കി കളഞ്ഞു, ഭാരം മാറ്റിയതിൻ്റെ എല്ലാം. അത് ലൈറ്റ് വെയ്റ്റിങ് എന്ന് പറയണതും ഭാരച്ചുരുക്കം. ഇങ്ങനെ ഉടമ്പടി. ഇനി രസമെന്ന് പറയണത് ഇതുപോലെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജയമോൻ്റെ സാക്ഷ്യം കൂടി പറയാം പെട്ടെന്ന്, 2 മിനിറ്റ്. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാക്ഷ്യമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ജയ്മോൻ ഒരു ട്രാൻസ്പോർട്ട് കണ്ടക്ടറാണ്. അദ്ദേഹത്തെ സർവീസ് കഴിഞ്ഞ് രാത്രി 10 മണിക്ക് വണ്ടി ഗ്യാരേജിൽ കയറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ബൈക്ക് എടുത്ത് തിരിഞ്ഞു വന്നപ്പോൾ കോട്ടയം സ്റ്റാൻഡിൽ വെച്ച് വേറൊരു വണ്ടി ഇടിച്ചിട്ട് അയാൾക്ക് തകർന്നു പോയി. വാരിപ്പേറ്റ് 5 ഒടിഞ്ഞ്, തോളലിലൊടിഞ്ഞ്, പിന്നെ കണ്ടീഷൻസ് എല്ലാം മാറി. ICUലൊക്കെ ആയിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നെങ്കിലും ഈ എല്ലുകളൊന്നും കൂടിയില്ല. അത് കാരണം മൊത്തം പ്ലാസ്റ്ററിങ്. 2 പേരിങ്ങനെ താങ്ങിയാൽ കിടത്താൻ പറ്റത്തുള്ളൂ, 2 പേർ താങ്ങിയാൽ മൂത്രമൊഴിക്കാൻ പറ്റും, എഴുന്നേൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഡോക്ടർ പറഞ്ഞു സർവാംഗം വേദനയായിരിക്കും, ആരും സഹിക്കാത്ത വേദനയായിരിക്കും എന്ന് പറഞ്ഞു. ഇവരെന്നാ ചെയ്യണത്? ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. അതിൻ്റെ ഈ അല്ലേ അവരുടെ ജയമോൻ്റെ വൈഫ് ഉടമ്പടി എടുത്തിട്ട് ആ ഉടമ്പടി തൈലം തേക്കുമ്പോൾ എന്താ സംഭവിക്കണത്? അപ്പം നിങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി തൈലം എന്ന് പറയുന്നത് ഒരു ഔഷധമല്ല. അതെപ്പോഴും നിങ്ങൾ ഓർക്കണം. കൃപാസനത്തിൽ ഒന്നും ഔഷധം നൽകുന്നില്ല ആർക്കും. കൃപാസനത്തിൽ ഒരു ചികിത്സയുമില്ല. കൃപാസനത്തിൽ എന്താണ്? വിശ്വാസ പ്രയോഗങ്ങളാണ് ഉള്ളത്. ഇതെല്ലാം മാധ്യമങ്ങളാണ്. നമ്മുടെ വിശ്വാസം നമുക്ക് പല രീതിയിൽ വിശ്വാസം പ്രാർത്ഥനയാക്കാം, വിശ്വാസം പ്രഖ്യാപനമാക്കാം, വിശ്വാസം പ്രയോഗമാക്കാം. അപ്പോൾ ഉടമ്പടിയിലാണ് ഈ നേർച്ച വസ്തുക്കളിൽ ഒരിക്കലും ഓർക്കണം. തൈലം, അച്ഛൻ തൈലം കൊടുത്തു, ആൾക്കാരെ പരിചയം പറഞ്ഞിട്ട് കഥയില്ല. കാര്യം തൈലം അഭിഷേകമായി അത് ഇതായിട്ട് കൊടുക്കുകയല്ല. തൈലം എന്ന് പറഞ്ഞത് നമ്മളെ ഈ ധാനേന്ദ്രം കുഴമ്പ് അല്ലെങ്കിൽ ആയുർവേദ തൈലം പോലെ കൊടുക്കുകയല്ലത്. അത് നമ്മുടെ വിശ്വാസം യേശു കർത്താവാണെന്ന്. അത് റോമ 10:9 എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ഈ ദൈവം അവന് മരിച്ചവെന്ന് ഉയർപ്പിച്ചുവെന്ന്
വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കാം, ആ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കാം, ആ വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയേക്കാൾ വലുതാണ് പ്രഖ്യാപനം. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയുണ്ട് നമുക്ക്, അതുപോലെ കാരുണ്യ പ്രവർത്തികളിലൂടെ പ്രഖ്യാപനമുണ്ട്, അതുപോലെ തന്നെ പ്രയോഗങ്ങളുമുണ്ട്. ആ പ്രയോഗം എന്ന് പറയുന്നത് എന്താണ്? നേർച്ച വസ്തുക്കളെ യേശുനാമത്തിൽ വ്യഞ്ചരിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് പ്രവർത്തിക്കാനുള്ള മാധ്യമം മാത്രമാണിത്. അതുകൊണ്ട് തന്നെയാണ് ആർക്കാണ് കർത്താവിൻ്റെ ശക്തി ആവഹിപ്പിക്കാൻ പറ്റണത്? കർത്താവിൻ്റെ ശക്തി എങ്ങനെയാണ് ചെയ്യണത്? ആവഹിക്കുകയാണ് ചെയ്യണത്. നമ്മൾ നേരത്തെ വായിച്ചില്ലേ, 2 Corinthians 12:9, യേശുക്രിസ്തുവിൻ്റെ ശക്തി പറഞ്ഞേ, എന്നിലേക്ക് ആവസിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ബലഹീനതയെ ഓർത്തുകൊണ്ട് പ്രശംസിക്കുമെന്ന് പറഞ്ഞത് ഒരു പ്രാർത്ഥനാ രീതിയാണ്. സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണത്, അത് പ്രാർത്ഥനാ രീതിയാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ശക്തി എന്നിലേക്ക് ആവസിക്കാൻ വേണ്ടി എനിക്ക് പ്രഖ്യാപിക്കാം യേശു കർത്താവാണെന്ന്. യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഞാൻ വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിക്കണത്. വിശ്വാസം സ്വകാര്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. നമ്മളിപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ ഇന്നലെ ഒരു സമരത്തിൽ പോയി. ഒരു തുറമുഖം ഗവൺമെൻറ് വർഷങ്ങളായിട്ട് തുറമുഖത്തിന് വർക്ക് നടക്കുന്നില്ല അവിടെ. അപ്പോൾ അതിനൊരു സമരം, ആ തുറമുഖം തുടർന്ന് വികസന ഗവൺമെൻറ് കടലിലേക്ക് കല്ലിടാൻ വേണ്ടി, അത് ഇതുപോലെ തന്നെ ബ്രേക്ക് വാട്ടർ സിസ്റ്റം കിട്ടാൻ വേണ്ടി കോൺട്രാക്ടർമാർ പൈസ അവരവിടെ ഗവൺമെൻറ്റിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടും അവർ വർക്ക് ചെയ്യണില്ല. അപ്പോൾ സമരത്തിന് പോയി. അപ്പോൾ ഞാൻ സമരത്തിൽ ചെല്ലുമ്പോഴും ആ തുറമുഖത്തിൻ്റെ അവിടെ സമരത്തിൽ നിൽക്കുമ്പോഴും ഞാൻ ജപമാനം ചൊല്ലിക്കൊണ്ടാണ് യാതായം വിളിച്ചു പോണത്. എന്താ കാര്യം? എൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണത്. അല്ലാതെ സായിപ്പിനെ കാണുമ്പോൾ ഞാൻ കാവാത്ത മറക്കത്തില്ല, ലോഹയെ വിട്ട് കൊന്തം പിടിച്ചേ പോകത്തുള്ളൂ. ഇന്നലെ ഞാൻ കോടതി പോയെന്ന് വെച്ചാൽ 2013 കടൽ കയറിയപ്പോൾ ഒരു സമരം നടത്തിയപ്പോൾ ഞാനന്ന് കേസിൽപ്പെട്ട്. ഞാൻ ആ കേസ് പറയാൻ വേണ്ടി ഇന്നലെ കോടതി ചെന്നപ്പോഴുണ്ട് കേസ് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്നെ വിളിച്ച് മാവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. മാവിൻ്റെ വീട്ടിൽ പറഞ്ഞ അച്ഛാ, ഇനി അച്ഛൻ ലോഹയെ വിട്ട് കോടതി വരരുത്, ഇത് നമ്മുടെ സമുദായത്തിന് നാണക്കേടാണെന്ന് പറയും. ഞാൻ പറഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടിയതിന് ശേഷം ഒരു നിയമ പോരാട്ടത്തിൽ ഞാൻ വന്നിരിക്കുന്ന കർത്താവിനും നാമത്തിൽ താൻ പണി നോക്കാൻ പറഞ്ഞു. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് വിശ്വാസ പ്രഖ്യാപനമാണത്. ഞാനൊരു പുരോഹിതനാണെന്നും ഞാൻ ഈ സോഷ്യൽ കോസിന് വേണ്ടി നിൽക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും ദൈവത്തിന് മനസ്സിലാകും, ബോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലാകും. ബോധമില്ലാത്ത വല്ലതൊക്കെ വിളിച്ച് പറയും, ഐ ഡോണ്ട് മൈൻഡ് അബൌട്ട് ദാറ്റ്. പക്ഷേ എന്താണ്? അത് പ്രഖ്യാപനമാണ്. ഈ വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥിക്കാം, വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കാം, അതുപോലെ തന്നെ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കാം. അതുപോലെ തന്നെ പ്രയോഗമാണ് ഈ ഉടമ്പടി തൈലം. വിശ്വാസ പ്രയോഗമാണ്, അല്ല ചികിത്സാവിധിയൊന്നും അല്ലത്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസ പ്രമാണം കൃത്യമായിട്ട് അറിയണം, നിങ്ങൾ ചെയ്യണം എന്താണെന്ന് അറിയണം. ഈ ജർമ്മൻ്റെ വൈഫിനെ കൃത്യമായിട്ട് ഇത് പ്രയോഗിക്കാൻ അറിയാം. അവർ പതുക്കെ പാകതയോടെ വിശുദ്ധിയോടെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഈ ഒടിഞ്ഞിരിക്കുന്ന തോളലില്ലേ അതിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര കാലം ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് എല്ലാം ശരിയാക്കണത് അറിയത്തില്ല. സങ്കടപ്പെട്ടൊരു ജീവിതമാണ്. അപ്പോൾ അവളിത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ ആശയത്തെ അവസ്ഥയിൽ തോളിൽ ഇങ്ങനെ ഉടമ്പടി തേലം തേച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെ താങ്ങിക്കിടത്തും, 2 പേരും കൂടി താങ്ങിക്കിടത്തും. രാത്രിയായപ്പോൾ ഈ മനുഷ്യനെ ഒരാൾ വന്ന് തട്ടി ഇയാൾ ഉറക്കത്തിലിങ്ങനെ നോക്കുമ്പോൾ അമ്മ മാതാവ്. ഇയാൾ ഉടനെ എഴുന്നേക്കും, ഉറക്കത്തിലല്ലേ, തനിക്ക് തോന്നിയാണെന്നും പറഞ്ഞ് എഴുന്നേക്കും, പിന്നെ കിടക്കും. രാവിലെ എഴുന്നേറ്റിട്ട് നേരെ ആരുടെ സഹായമില്ലായി എഴുന്നേറ്റ് വരും ഈ മനുഷ്യൻ. ഡോക്ടറുടെ അടുത്ത് എന്നാ പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് പറ്റി, എല്ലാ അസ്ഥികളും യോജിച്ചിരിക്കണമല്ല എന്ന്. ഇതാണ് എൻ്റെ വിഷയം. ഇത് പ്രയോഗമാണ്, വിശ്വാസ പ്രയോഗമാണ്. അപ്പം അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നൊരു വിശുദ്ധിയുടെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഉടമ്പടിയുടെ എല്ലാ കാര്യവും ജെറോമി പറഞ്ഞ പോലെ ഞാനും വൈഫും ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോഴെന്നാണ്. ഉടമ്പടി ജീവിതമാണ്, അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിക്കണമല്ല. അപ്പം അതുകൊണ്ട് ഉടമ്പടി നിങ്ങൾ ദൈവം സത്യസന്ധമായിട്ട് ജീവിക്കുക, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷാനി, പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂരിൽ നിന്ന് സ്ഥലത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മയാണ് മിനി. ഇപ്പം ഞങ്ങൾ 2 പേരും ഉടമ്പടിയിലാണുള്ളത്. ഞാൻ പഠിച്ചത് BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻ്റ് ആയിരുന്നു.
2020 തൊട്ട് 2023 ജനുവരി വരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം 17, 2023 എൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഞാൻ റിസൈൻ കൊടുത്തിരുന്നു. IELTS എഴുതാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. UK, കാനഡ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ IELTSന് മുന്നേ എടുക്കുന്നതിന് മുന്നേ ഞാനിവിടെ വന്ന് ഒക്ടോബർ 27, 2023 ഉടമ്പടി എടുത്തു ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടിയില്ല. പോയിൻ്റ് 1 മാർക്ക് കുറവുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ UK യും കാനഡയും ഓരോ റൂള് മാറ്റിക്കൊണ്ട് വന്നപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഉടമ്പടി എടുത്ത ആദ്യത്തെ ദിവസം തന്നെ എനിക്കിവിടെ അമ്മ അത്ഭുതം കാട്ടി തന്നു. 27 ഒക്ടോബർ 2023 രാത്രി 9:30 ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയായിരുന്നു. ഹസ്ബൻഡ് സൗദിയിലായിരുന്നു അന്നുള്ളത്. അങ്ങനെ വീഡിയോ കോളിൽ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടായിരുന്നു. അന്ന് രാവിലെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം 6 മണിയായി അവിടെ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ തലവേദന കാരണം ഞാനിവിടെ അമ്മയുടെ തൈലം എടുത്ത് എൻ്റെ നെറ്റിയുടെ 2 സൈഡും തൂക്കുകയുണ്ടായി. അപ്പോൾ ഹസ്ബൻഡിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതുപോലെ ഇങ്ങനെയൊക്കെയാണ് ഉടമ്പടി എടുത്തേക്കുന്നത്, കാര്യങ്ങളെല്ലാം പള്ളിയിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കെ എന്നെ നെറ്റിയിൽ പെട്ടെന്നൊരു കുരിശ് കാണുകയും മാതാവിനെയും മുൾക്കിരീടം വെച്ച യേശുവിനെയും ഞാൻ കാണാനിടയായി. ഹസ്ബൻഡ് അത് സ്ക്രീൻഷോട്ട് എടുത്തു. അത് ഞാൻ എൻ്റെ ഫോണിൽ സേവ് ആക്കിയിട്ടിരുന്നു. ആദ്യം എനിക്ക് ഭയങ്കര കരച്ചിലും പേടിയോ എന്തൊക്കെയോ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അതിനോട് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെയും ഇങ്ങനെ കാണാൻ വേണ്ടി, ഓരോ അടയാളങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കൃപാസനം വന്നു കഴിഞ്ഞിട്ട് അമ്മയുടെ നടയിൽ ഒരു പിടി മണ്ണ് എടുത്തിട്ട് പോയിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഞാൻ ആ മണ്ണ് എടുത്ത് വെച്ചതിന് ശേഷമാണ് പ്രാർത്ഥിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഓരോ അത്ഭുതങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. കുരിശ് മാതാവ് ഉണ്ണിയേശുവിനെ ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കുന്നത്, യേശു അപ്പച്ചനെയും ഓരോ ഡേറ്റും എല്ലാം എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് പിന്നീട് കാണാൻ വേണ്ടിയും ഞാനിങ്ങനെ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കും. ഓരോ അടയാളങ്ങൾ കാട്ടി തരുമ്പോഴും. എന്നാലും എനിക്ക് UK കാനഡയിലെ എനിക്കൊന്നും ശരിയാകാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര പ്രയാസത്തിലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ചോദിച്ചു, എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? നീ എല്ലാ അടയാളങ്ങളും എനിക്ക് തന്നു, എന്നിട്ട് എന്താ എനിക്ക് ജോലി കിട്ടാത്തതെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കുടുംബത്തിൽ നിന്നും ഓരോ റിലേറ്റീവ്സിൻ്റെ വകയും എനിക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ കേൾക്കേണ്ടി വന്നു. നിൻ്റെ നെറ്റിയിലെ കുരിശ് എവിടെയെന്നും ചോദിച്ചു. പിന്നെ നീ വിശുദ്ധയാണോ എന്നും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് 21 ഡിസംബർ 2023 അന്ന് ഇങ്ങനെ ചോദിച്ച് കഴിഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ എൻ്റെ കൈ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു കുഞ്ഞി കുരിശ് എൻ്റെ കയ്യിൽ ഉണ്ടായി. അതുവരെ മാഞ്ഞു പോയിട്ടില്ല. ഞാനത് പറയും, റിലേറ്റീവ്സൊക്കെ പറയാനും മറക്കാന്ന്. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. എന്നെ അമ്മയെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലോ ഒക്കെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, കരയും. എനിക്കതങ്ങനെ ഇഷ്ടം ഉണ്ടായില്ല. ആരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കെ എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല. ഞാൻ ഓർത്തഡോക്സിയുടെ വകയിൽ അംഗമാണ്. കെട്ടിച്ചേക്കണത് യാക്കോബായയിലാണ്. കൊന്ത ചൊല്ലാൻ എനിക്കറിയില്ല. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കൊന്ത ചൊല്ലുന്നതും എല്ലാം. അതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു, നീ തിരുരക്ത ജപമാല ചൊല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുരക്ത ജപമാല ആദ്യമായിട്ട് ചൊല്ലിക്കഴിഞ്ഞ് കൊന്തയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു ഡോട്ടായിട്ടൊരു ബ്ലഡ് കോട്ട് കണ്ടു. ഞാൻ ഒന്നും കൂടെ തൊട്ട് നോക്കി. അപ്പോഴും എൻ്റെ കയ്യിലൊരു കട്ട പോലെയാണ് വന്നത്. അത് ഞാൻ ഫോണിലെല്ലാം ഫോട്ടോ എടുത്തു. എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും ഞാൻ ഫോട്ടോ എടുത്തു. ഇതിൻ്റെ ഇടെ IELTSന് എക്സാമിന് മുന്നേ ഞാൻ ജോസഫച്ചനെ കാണാൻ പ്രയറിന് വേണ്ടിയിട്ട് വന്നു. ജോസഫച്ചനെ ഒന്ന് ഈ ഫോട്ടോ കാണിക്കണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ.
അങ്ങനെ ഞാൻ ജോസഫ് അച്ഛനെ കൊണ്ട് കാണിക്കാൻ നേരം IELTS പ്രേയറും കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് മുഖത്തിങ്ങനെ തട്ടിക്കിട്ട് അച്ഛൻ ചിരിച്ചിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരുപാട് അടയാളങ്ങളും കാര്യങ്ങളും എനിക്ക് കാണിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും എനിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയോ ഇടിക്കുകയൊന്നുമില്ല. ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് പ്രാർത്ഥനയും കുമ്പസാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. ഇപ്പോൾ ഡിസംബർ മാസം 11, 2024 എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് അതിന് സെലക്റ്റായി. അത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ റൗണ്ട് ഉണ്ടായിരുന്നു. ജനുവരി മാസം 29, 2025 ഫൈനൽ ഇൻ്റർവ്യൂവും പാസ്സായി. എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഓൺലൈനായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നത് അവരായിരുന്നു. അവർക്ക് 2 പേർക്കും കിട്ടിയിട്ടില്ല. എന്തോ എന്നെക്കാളും നല്ല വൃത്തിക്ക് ജോലി എടുക്കുന്നതും എല്ലാം ആയിട്ടുള്ളവരായിരുന്നു അവരും. അവർക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടി. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കൃപാസന അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതെടുത്ത് മുന്നിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ തൈലം, ഉപ്പ് എല്ലാം ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രോഗികൾക്കുണ്ടെങ്കിൽ അത് തൈലമാണെങ്കിൽ പ്രാർത്ഥിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആൾക്കാർക്ക് തേച്ച് കൊടുക്കാറുണ്ട്. ഇപ്പം കുവൈറ്റിൽ വിസ സ്റ്റാമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിസ സ്റ്റാമ്പിങ് കഴിഞ്ഞ് അടുത്ത ആഴ്ച പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടും. കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. പാസ്പോർട്ട് അങ്ങോട്ടേക്കാണ് അയച്ചേക്കണത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരായതുകൊണ്ട് എനിക്ക് ദൂരെ കണ്ണൂർ പത്തനംതിട്ട പോയി വരാൻ ഒരു ദിവസം 12 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വരാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇച്ചിരി നേരത്തെ വന്ന് സാക്ഷ്യം പറയുന്നത്. പിന്നെ ഞാൻ പത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കാറുണ്ട്. ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, പള്ളികളിൽ ഒക്കെ കൊടുക്കാറുണ്ട്. ചിലർ റിജക്റ്റ് ചെയ്യും. എന്നിരുന്നാലും കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കുമ്പോഴും തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത്. പിന്നെ എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ ആഹാരം വാങ്ങി ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. എൻ്റെ അമ്മയുടെ കൃപ കൊണ്ടാണ് എനിക്ക് നല്ലൊരു ജോലി ഇപ്പം കിട്ടിയേക്കുന്നത്. ഇത്രയൊക്കെ ചെയ്യുന്ന എൻ്റെ കൃപാസനമ്മയോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജോ പൗലോസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടി ദേശത്ത് നിന്ന് വരുന്നു. അമ്മേ മാതാവിന് നന്ദി. ഞാനിപ്പോൾ ഉടമ്പടി 2 എടുത്തു. 3ാമത്തെ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ഉടമ്പടി ഞാൻ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ ഫിക്സ് വന്ന് വീണ് ഒരാഴ്ചയോളം ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടക്കുകയും എൻ്റെ തല ഇത് പരിശോധിച്ചപ്പോൾ ബ്ലഡ് കോട്ടായി തലയിൽ ബ്രെയിനിലൊരു ട്യൂമർ ഉണ്ടെന്നറിയുകയും എത്രയും പെട്ടെന്നൊരു സർജറി ചെയ്യണമെന്ന് ഡോക്ടർ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ ഉള്ള രാജഗിരി ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്യുകയും എന്നെ ഈ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ കിടന്ന ഒരാഴ്ചയോളമുള്ള കാര്യങ്ങളൊന്നും പലതും എനിക്ക് ഓർമ്മയില്ല. അവസാനം ആംബുലൻസിൽ കയറ്റിയിൽ ചെറിയൊരു ഓർമ്മയേ ഉള്ളൂ. അങ്ങനെ എന്നെ രാജഗിരി ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർമാർ അവിടെ വന്നപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിജോയ്ക്ക് സർജറി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80% ചാൻസ് ഉള്ളൂ അവൻ്റെ കാര്യത്തിൽ. കാരണം ഒരു പക്ഷേ അവൻ കോമയിലേക്ക് പോകാനും ഒരു സൈഡ് തളർന്നു പോകാനും അതല്ലെങ്കിൽ അവൻ്റെ എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ട് അവൻ വേറെ രീതിയിലേക്ക് മാറിപ്പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളതിന് തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവുള്ളൂ. അതിനുശേഷം എന്തെങ്കിലും ഉണ്ടായിട്ട് ഡോക്ടർമാരെയോ ഹോസ്പിറ്റലിനെയോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയുണ്ടായി. രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്ന് എൻ്റെ മുടി എല്ലാം കളഞ്ഞ്, ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. മുടി കളഞ്ഞത് ഓർമ്മയുണ്ട്. പിന്നെ അതിന് ശേഷം എനിക്ക് ഓർമ്മ വരുന്ന ഓപ്പറേഷന് ശേഷം ഞാൻ വന്ന് ബെഡിൽ കിടക്കുന്നതാണ് എനിക്ക് ഓർമ്മ. എൻ്റെ തല ഈ ഒരു റാ പോലെ
കട്ട് ചെയ്തിട്ട് എൻ്റെ തല ഫുള്ള് സ്ക്രൂ ആണ്. മുടിക്ക് അതിന് ശേഷം ഇപ്പോൾ വന്നതാണ്, സ്ക്രൂ ആണ്, ഇവിടം വരെ കട്ട് ചെയ്തേക്കാണ് തല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല എന്നുള്ള ഒരു ഇതിലായിരുന്നു എൻ്റെ വീട്ടുകാർ. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ ആകെ ഒരു മോനുള്ളൂ. 4 ചേച്ചിമാരാണ് എനിക്ക്. എൻ്റെ വിവാഹം കഴിഞ്ഞാണ്. മക്കൾ 4 പേരുണ്ട്. അപ്പൻ അമ്മ എല്ലാവരും വളരെ സങ്കടത്തിലും കാര്യങ്ങളിലായിരുന്നു. കാരണം ആകെയുള്ള മകൻ അവസ്ഥപിതാവിൻ്റെ പേരിട്ട് വളർത്തിയിട്ട് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ ഓർത്ത്. കാരണം ജീവിതത്തിൽ ഒരു സ്ഥലങ്ങളിലൊക്കെ പരാജയപ്പെട്ടിട്ട ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എൻ്റെ ചേച്ചി എന്നെ കാണാൻ വന്നപ്പോൾ ഒന്ന് പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ അവിടെ കാണാൻ വന്നപ്പോൾ, നീ അറിയാത്ത ആളുകൾ പോലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ എന്ന്. പക്ഷേ ഞാനത് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇതിൽ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു, ഞാൻ ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു വന്നു. ഞാൻ എങ്ങനെ തിരിച്ചു വന്നെന്നോ എനിക്ക് എന്ത് സംഭവിച്ചെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ചേച്ചി, എൻ്റെ സഹോദരിമാർ 2 പേര് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന്, എൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അവർ കൃപാസനത്തിൽ പ്രാർത്ഥനയിലായിരുന്നെന്നും അവരോട് ഉടമ്പടി എടുത്തിരുന്നെന്നും എനിക്ക് വേണ്ടി അവർ ഉടമ്പടി എടുത്ത് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നെന്നും ആ നേർച്ച വസ്തുക്കൾ എനിക്ക് നൽകിയെന്നും അതുപോലെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം എനിക്ക് അല്ലെങ്കിലും അറിയായിരുന്നു എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിൽ എവിടേക്കോ ഉണ്ടായിരുന്നു ഓർമ്മകൾ വന്നപ്പോൾ. കാരണം അത്രയും സീരിയസ് ആയൊരു രോഗിയായിരുന്നു ഞാൻ. അപ്പോൾ അവർ ആണ് എന്നോട് പറയുന്നത്, മോനെ ഇങ്ങനൊരു കൃപാസനം ഇവിടെ ഉണ്ട്, അമ്മ മാതാവുണ്ട്, നിന്നെ രക്ഷപ്പെടുത്തിയത് അമ്മ മാതാവാണ്, വേറെ ആരുമല്ല. നീ ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട്, ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നീ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അമ്മയുടെ കൃപാസനത്തിൽ പോയി അമ്മയെ കാണുവാനും അതുപോലെ തന്നെ ഉടമ്പടി എടുക്കുമെന്നും ഉള്ളൊരു ഉറപ്പിലാണ് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോന്നിരിക്കുന്നത്. നീ തീർച്ചയായും അവിടെ ചെല്ലണമെന്നും എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. ഞാൻ ആ ഹോസ്പിറ്റലിൽ വിട്ട് സ്റ്റിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തലയിൽ ആ കെട്ടും കെട്ടി ഞാനിവിടെ കൃപാസനത്തിൽ വന്നിരുന്നു അമ്മയെ കാണാനായിട്ട്. കാരണം ഈ നിമിഷം വരെ ഇപ്പം ഞാൻ മൂന്നാമത്തെ ഉടമ്പടിയാണ് എടുക്കുന്നത്. ഈ നിമിഷം വരെ എനിക്ക് അതിൽ കൂടാതെ നൽകിയ അനുഗ്രഹങ്ങൾ ഒരു നിരവധിയാണ്. അത് പറഞ്ഞാൽ തീരില്ല. എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ അവർക്ക് എന്നെ നോക്കി ഒരു കളിയാക്കി ചിരിയൊക്കെ ഉണ്ട്. കാരണം ഞാൻ എന്താ പറയുക, ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്നും എല്ലാവർക്കും അറിയാം. ദൈവത്തോട് ഒരു അടുപ്പവുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പള്ളിയിൽ പോക്കോ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഞാനിപ്പോൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കൃപാസനം പത്രം ഒരു ഇതുമില്ലാതെ എല്ലാവർക്കും വീടുകളിൽ എത്തിച്ച് കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്തിന് നാണിക്കണം? എനിക്ക് അഭയം എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയുമാണ്. അവരെ മാത്രം ഞാൻ ഭയപ്പെട്ട് ജീവിച്ചാൽ പോരെ? എന്തിനാണ് മറ്റുള്ളവരെ നോക്കേണ്ടത്? ഞാൻ പ്രാർത്ഥിക്കേണ്ടതും ഞാൻ അമ്മയുടെ വഴിയിൽ നടക്കേണ്ടതും എൻ്റെ ആവശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുമ്പോൾ അവർ പറയും, എന്തിനാണ് ഇവിടെ പോകുന്നത്, ഏതോ ഒരു ഇതിൽ സംഭവമുണ്ട്, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളൊക്കെ ചിലപ്പോൾ 1 മാസത്തിനുള്ളൊക്കെ ഭയങ്കര ഇതുണ്ടാവും. തെറ്റായ കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരുന്നത് അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വിശ്വാസം എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഇതാണ്, ആ വിശ്വാസത്തിൽ ഞാൻ ചരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം അത് ശരിയാണെന്ന് ഒരിക്കലും ഞാൻ അഭിപ്രായപ്പെടില്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എൻ്റെ വിശ്വാസം ഇതാണ്, ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷ്യം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സാക്ഷ്യം പറയാനും ഞാൻ ജീവനോട് ഇവിടെ നിൽക്കുന്നത്, എൻ്റെ ഒരു തരി ഓർമ്മ പോലും കളയാതെ ദൈവം എന്നെ കാത്തു പരിപാലിച്ചത് ഇവിടെ നിർത്തിയത് തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അമ്മ മാതാവിന് നന്ദി. രാവിലെ 5:30 എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ കുഞ്ഞുനാളിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് 5:30 കുർബാനയ്ക്ക് പോരുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞതോടുകൂടി അതൊക്കെ തീർന്നു.
അതുവരെ ഉണ്ടായിരുന്നു. തിരക്കുകളൊന്നുമല്ല, എല്ലാം മടിയാണ്. കുടുംബ പ്രാർത്ഥനയായാലും കുർബാനയ്ക്ക് പോകാനായാലും എല്ലാം മടിയായിരുന്നു. അച്ഛൻ്റെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ കേൾക്കും. അതുപോലെ തന്നെ അത് മാക്സിമം പറ്റാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്യും, പറ്റാവുന്നത്ര സ്റ്റാറ്റസ് ചെയ്യും. ഉടമ്പടി ധ്യാനം അതുപോലെ തന്നെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ കേൾക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രോഗികളെ സന്ദർശിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ പറ്റാറില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാമ്പത്തികം കൂട്ടി വെച്ചിട്ട് ഞങ്ങളുടെ ആ ചുറ്റുപാടുള്ള തന്നെ അല്ലെങ്കിൽ അതിന് പുറത്തുള്ള ആരെങ്കിലുമൊക്കെ വീടുകളിലേക്ക് അരിയും സാധനങ്ങളൊക്കെ മേടിച്ച് പറയാൻ പാടില്ല, എന്നാലും മേടിച്ച് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളൂ. കാരണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ എന്താ പറയുക, ഇടം കൈ കൊടുക്കുന്നു വലം കൈ അറിയാൻ പാടില്ലെന്നോ അങ്ങനെന്തോ ബൈബിളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് പറയാമല്ലോ. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട് ഇതിൽ. കാരണം നമ്മൾ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ. കാരണം ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെന്ന്. ഇപ്പം ഞാൻ ഇന്നൊരു സുഹൃത്തിനെ ഇവിടേക്ക് ക്ഷണിച്ചിരുന്നു. അവൻ ഇന്ന് രാവിലെ 8:30 വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ലേറ്റായി. ലാസ്റ്റ് അവൻ പറഞ്ഞു അവൻ വരില്ല എന്ന് പറഞ്ഞു. ഇപ്പം കാരണം നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നാളെ എന്നൊരു തീരുമാനം ഇല്ല. ഇപ്പോൾ ഈ നിമിഷം നമ്മൾ മാറിയേക്കണം. ചിലർ പറയും കുടി ഞാൻ ഇന്നത്തോടെ കുടിക്കട്ടെ, നാളെ മുതൽ ഞാൻ കുടി നിർത്താം. നടത്തൂല. അതങ്ങനെയാണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഉറച്ച തീരുമാനം. കാരണം ഇപ്പോൾ ഈ നിമിഷം നമ്മൾ മാറാൻ തയ്യാറാണെങ്കിൽ എല്ലാം അമ്മ മാതാവ് മാറും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിവിടെ നിന്ന്. എനിക്കിങ്ങനെ വന്ന് ഇങ്ങനെ മൈക്കിലൊന്നും സംസാരിച്ച് പരിചയമൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്ന് ഇത്രയും സംസാരിക്കാൻ ഉള്ളൊരു ധൈര്യം ഉണ്ടായി. അത് അമ്മ മാതാവ് തന്നതാണ്. പ്രത്യേകം നന്ദി.